റംസാൻ സമയത്ത് മുസ്ലിങ്ങൾക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണ് നോമ്പ് കഞ്ഞി. നോമ്പൊക്കെ പിടിച്ച് ക്ഷീണിച്ചിരിക്കുമ്പോൾ നോമ്പ് തുറന്നിട്ട് ഒരു ബൗൾ സ്പൈസസ് ഒക്കെ ഇട്ട് നോമ്പ് കഞ്ഞി ചെറു ചൂടോടെ കുടിക്കുമ്പോൾ ക്ഷീണമൊക്കെ മാറും. റംസാനിൽ 30 ദിവസവും ഇതുണ്ടാക്കാറുണ്ട്. ഞാൻ നോമ്പ് കഞ്ഞി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് ഇന്ന് പറയുന്നത്. ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. അരി വേവാൻ ആവശ്യമായ വെള്ളം കുറവാണെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുക്കാം. ഇനി സ്പൈസസ് ഒക്കെ ചേർക്കാം. ചുക്ക് ഒരു വലിയ പീസ് നന്നായി കഴുകി ചതച്ചത്, വെളുത്തുള്ളി ഒരു ഫുള്ള് ആഡ് ചെയ്യുക. 2-3 ടീസ്പൂൺ ഉലുവ നന്നായി കഴുകി ചേർക്കുക. ആശാളി അല്ലെങ്കിൽ ബ്രൗൺ കളർ കസർസ് ചേർക്കാം. ചെറുപയർ ചേർക്കാം, മഞ്ഞൾ ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. 1 ടീസ്പൂൺ ജീരകം ചേർക്കാം. കുരുമുളക് 10-15 എണ്ണം ചേർക്കാം. ഞാൻ ഈ വീഡിയോയിൽ ചേർത്തിട്ടില്ല, നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ചേർക്കാം. പൊടിയരി 3/4 കപ്പ് 2-3 പ്രാവശ്യം നന്നായി കഴുകി വൃത്തിയാക്കിയത്. പൊടിയരി ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 4-5 പേർക്ക് കുടിക്കാൻ കാണും. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് തിളച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കി ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ കുക്കാവുന്നത് വരെ കുക്ക് ചെയ്യുക. ഒരു തേങ്ങ ചിരകിയത് 4-5 ഉള്ളിയും കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അടിച്ച് പിഴിഞ്ഞ് 1/4 പാൽ എടുക്കുക. ഞാനൊരു 3 കപ്പ് 1/4 പാൽ എടുത്തിട്ടുണ്ട്. ഗൾഫിലൊക്കെ ഉള്ളവരാണെങ്കിൽ തേങ്ങ ചിരകിയത് ഫ്രീസറിലായിരിക്കും സൂക്ഷിക്കുന്നത്. അപ്പോൾ ചൂടുവെള്ളം ചേർത്ത് അരച്ചാൽ നന്നായിട്ട് തേങ്ങാപ്പാൽ എടുക്കാം. നമ്മുടെ കഞ്ഞി നല്ല വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് ചൂടാക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം തിളപ്പിക്കരുത്, ഒന്ന് ചൂടാക്കി ഓഫാക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർക്കുന്നതിന് പകരം തേങ്ങ അരച്ച് വേണമെങ്കിലും ചേർക്കാം. 1/2 കപ്പ് പൊടിയരിക്ക് 1/2 മുറി തേങ്ങ അരച്ച് ചേർത്താൽ മതി. ഞാനിപ്പോൾ തേങ്ങാപ്പാലായതുകൊണ്ട് ഒരു ഫുൾ തേങ്ങ ആണ് എടുത്തത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ നോമ്പ് കഞ്ഞി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുക്കറിലാണെങ്കിൽ തിളച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് മതിയാവും. ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം, അല്ലെങ്കിൽ തൂവിപ്പോകും. വളരെ ലൈറ്റ് ഫുഡ് മതിയെന്ന് തോന്നുമ്പോഴോ പനി വരുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റൊമക്ക് പ്രോബ്ലംസ് എല്ലാം ഉള്ളപ്പോഴോ ഒക്കെ നമുക്ക് ഈ കഞ്ഞി ഉണ്ടാക്കി കുടിക്കാവുന്നതാണ്. നമ്മുടെ നോമ്പ് കഞ്ഞി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഞങ്ങളെല്ലാ റംസാനിലും ഇങ്ങനെയാണ് നോമ്പ് കഞ്ഞി വയ്ക്കാറ്. എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ ട്രൈ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നമ്മി റെസിപ്പീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ FB പേജ് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി കാണാം.